5 ദിവസത്തെ യുദ്ധഭീതി പിന്നിട്ട ഗായകൻ ബിജു നാരായണൻ കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു? വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ 30 വർഷമേലായിട്ട് പ്രോഗ്രാമായിട്ട് പോകുന്ന സ്ഥലമാണ് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് ഏരിയാസ്. പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാവർക്കും തന്നെ ഇത് തന്നെയായിരിക്കും അവസ്ഥ. 28-ാം തീയതി ഞാൻ അറിയാലോ ഫ്ലൈറ്റ് കയറിയ ശേഷമാണ് ഈ അനുഭവം ഉണ്ടായത്. ഫ്ലൈറ്റിൽ നിന്ന് കയറിയിട്ട് ബിചേട്ടൻ ഇങ്ങനെ യുദ്ധത്തിൻ്റെ വ്യാപ്തി അറിയാൻ വിളിച്ചില്ലേ? ആ സമയത്താണ് സത്യത്തിൽ ഇത് അറിയുന്നത് അല്ലേ? അപ്പോഴാണ് ശരിക്കും ഇങ്ങനൊരു ന്യൂസ് പൈലറ്റ് പറയുന്നതും അപ്പോഴെല്ലാവരും അറിയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഇത് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇങ്ങനൊരു യുദ്ധം പോലെ ആയി മാറുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. കാരണം നമ്മളുടെ ഒരു അനുഭവം അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ UAE എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും നമുക്കെല്ലാവർക്കും വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളാണ് പ്രോഗ്രാമിനാണ് കൂടുതലും പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഇഫ്താർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം, ഒരു യുദ്ധം, അതൊക്കെ നമ്മൾ എന്താ പറയുക, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു, അല്ലെങ്കിൽ അതിനൊരു പാനിക്കായ സിറ്റുവേഷനായിട്ടല്ല പറയണത്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ ഈ മിസൈൽ വരുന്നതും അല്ലെങ്കിൽ ഡ്രോൺ അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു. മാത്രമല്ല, അന്ന് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നു, പെട്ടെന്ന് ഫ്ലൈറ്റ് പുറപ്പെടുന്നില്ലെന്നറിയുന്നു. ഇതൊക്കെ അവിടെ വെച്ചാണല്ലോ അറിയുന്നത്. തിരിച്ചു പിന്നെ എന്താ ഉണ്ടായത്? തിരിച്ചതിന് ശേഷം ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോന്നു. പിന്നെ എല്ലാവരെയും ലഗേജൊക്കെ കിട്ടാനായിട്ട് കുറേ ലേറ്റൊക്കെ ആയി. അപ്പോൾ അന്ന് ഷാർജയിലേക്കാണ് പോയത്? ഞാൻ ഷാർജയ്ക്കാണ് പോയത്. ദുബായിലായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഷാർജയ്ക്കാണ് പോയത്. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായിരുന്നു. കാരണം ഒത്തിരി പേര്, ഇപ്പം നമുക്കൊക്കെ അവിടെ ആളുകളുണ്ട് ഒത്തിരി, പക്ഷേ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, വിസിറ്റ് കഴിഞ്ഞിട്ട് കയ്യിലെ പൈസ എല്ലാം അവിടെ ചിലവഴിച്ചിട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതിന് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് പറയായിരുന്നു, അവർ ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ തിരിച്ചു വരുന്നവരുടെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. ഇപ്പോൾ ഒരു ഹോട്ടലിലോട്ട് പോകാൻ ഒരു ക്യാബ് എടുക്കണമെങ്കിൽ പോലും അവരുടെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഹോട്ടലിൻ്റെ കാര്യം പിന്നെ ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് ഒരുപാട് പേർക്ക് ഹോട്ടൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അതല്ലാത്ത സംഘടനകൾ, ഇപ്പോൾ IPF എന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴാണ് അവരെല്ലാം 500-ഓളം പേരെ ഒരു വലിയൊരു ഫാം ഹൗസ് എടുത്തിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ട ബെഡ് സ്പേസും ഒരു ഫുഡും ഒക്കെ ഫ്രീ കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് സംഘടനകൾ അതൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് തന്നെ പലരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഹെൽപ്പ് ചെയ്താലേ അവിടെയുള്ളവർക്ക് പെട്ടുപോയവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു അനുഭവം? ഈ യുദ്ധം തൊട്ടടുത്ത് കാണുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കെട്ടിടത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിനുള്ളിലിരിക്കുമ്പോഴും ആശങ്കയില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കാണുന്നുണ്ടല്ലോ പല കാര്യങ്ങളും, അത് നമുക്ക് കാണാതിരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ കഴിഞ്ഞ് മിനിങ്ങാന്ന് ബീച്ച് സൈഡിൽ ഞങ്ങൾ പോയി. കാരണം എപ്പോഴും റൂമിനകത്ത് ഇരുന്ന് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാം ആകാശത്ത് ഈ ഡ്രോൺ വരികയും അതിനെ നിർവീര്യമാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഇങ്ങോട്ടാണോ എന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ യൂസ്ഡായി എന്നുള്ള വേറെ സത്യമാണ്. കാരണം അവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെയുള്ളവരൊക്കെ അവിടെ ജീവിച്ചാലേ പറ്റുള്ളൂ. അവർക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ എനിക്കൊന്ന് ജോലിക്ക് പോവുകയും പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികളാണെങ്കിൽ എനിക്കൊന്ന് ഇപ്പോൾ സ്കൂൾസൊക്കെ ഓൺലൈനിലാണെന്ന് തോന്നുന്നു. ഒരു ദിവസം മാറ്റർ വന്നതാണ് നാളെ മുതൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാനായിട്ട്. പക്ഷെ പിന്നെ അത് പിൻവലിച്ചിട്ട് വീണ്ടും ഓൺലൈനാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ആഴ്ചയ്ക്കകം തന്നെ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ തീരും എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും ആഗ്രഹവും. അതെനിക്ക് തോന്നുന്ന കാര്യവും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഹോട്ടൽ മുറിക്ക് ഉള്ളിലിരിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം പിന്നെ അലേർട്ട് വരും. ഇപ്പോൾ പക്ഷേ ഞാൻ ഷാർജയിലായതുകൊണ്ട് ഷാർജയിലെ അലേർട്ട്സ് അങ്ങനെ വരുന്നത് കുറവായിരുന്നു. പക്ഷേ ദുബായിലുള്ളവർക്കാണെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ ഭയങ്കര സൈറൺ പോലെ വരും. അതിനകത്ത് അലേർട്ട്സ് വരും. നമ്മൾ ബാൽക്കണിയിൽ പോയി നിൽക്കരുത്, വീടിൻ്റെ സെൻറ്ററിൽ നിൽക്കുക, പിന്നെ മിററിൻ്റെ സൈഡിൽ നിൽക്കാൻ പാടില്ല, അങ്ങനെ ഓരോരോ ഇതൊക്കെ വരും. അതൊക്കെ എന്താ പറയുക, പേടിപ്പെടുത്തുന്ന കാര്യമാണ്. രാത്രി കിടക്കുമ്പോഴൊക്കെ ആശങ്കയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം രാത്രി കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര സൈറൺ അടിച്ചിട്ട് ഇങ്ങനെ വണ്ടികൾ പോകണേ കേൾക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ തൊട്ടടുത്ത് വല്ലതും ഉണ്ടായോ. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേദിവസമായിരുന്നു US എംബസിക്ക് നേരെ, ദുബായ് US എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മളിപ്പോൾ അതിന് മാത്രമല്ല ഒരുപാട് പേര് ഫ്ലൈറ്റ് ഇങ്ങനെ റീബുക്ക് ചെയ്ത് ഒരുപാട് പൈസ പോകുന്നുണ്ട്. ഇപ്പോൾ ചില എയർലൈൻ എന്ന് പറയുകയാണെങ്കിൽ റീഫണ്ട് കിട്ടണമെന്നില്ല. അപ്പം ചിലവർക്ക് 1 ഇയറിന് ടിക്കറ്റ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ
ഒത്തിരി ആളുകൾ, കാരണം നമ്മളെല്ലാം പ്രതീക്ഷയാണല്ലോ. ഇപ്പോൾ ഇന്ന് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ നാളത്തെ ഫ്ലൈറ്റ് പിടിക്കാം എന്നുള്ള രീതിയിലാണ് പലരും ഇരിക്കുന്നത്. ഒത്തിരി പേരുടെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, UAE എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ വരുന്നൊരു സ്ഥലം, നിങ്ങളൊക്കെ എപ്പോഴും പോകുന്ന സ്ഥലം കൂടിയാണല്ലോ. അവിടെ ഇത്തരം ഒരു ആക്രമണം ആരും കണ്ട് ശീലിച്ചിട്ടില്ല. അവിടുത്തെ ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ആളുകൾ, ഞാനിത് പാനിക്കാക്കാൻ വേണ്ടി പറയല്ല, തീർച്ചയായിട്ടും ആളുകൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് യൂസ്ഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പക്ഷേ എത്ര യൂസ്ഡ് ആയാലും നമുക്കൊക്കെ ഒരു പേടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് സംഭവിക്കുക, അല്ലെങ്കിൽ തെറ്റി നമ്മുടെ മേത്തോട്ട് വന്നാൽ പോലും ഓക്കെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടല്ലോ. അപ്പോൾ നാച്ചുറലി ഒരു ആശങ്ക ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇന്നലെ അബുദാബിയിൽ നിന്നാണ് ഫ്ലൈ ചെയ്ത് വന്നത്. അപ്പോൾ അബുദാബിയിൽ ഫ്ലൈറ്റ് കയറുമ്പോഴൊക്കെ നമുക്ക് പേടിയായി. കാരണം അബുദാബി ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പായിട്ട് എന്നെ കൊണ്ടാക്കിയ 2 പേര് പറഞ്ഞു എന്തോ ആകാശത്ത് എന്തോ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്ലൈറ്റ് എടുക്കുമോ എന്നുള്ള ടെൻഷൻ, ഫ്ലൈറ്റ് എടുത്താൽ പോലും ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ടെൻഷനാണ്. അറ്റ്ലീസ്റ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞ് അത്യാവശ്യം നമ്മുടെ ആ അതിർത്തി വിടുന്നവരെയെങ്കിലും. പക്ഷേ ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടേക്ക് ഓഫും അതിന് മുമ്പ് അധികം സമയമൊന്നും എടുത്തില്ല. ഈവൻ എയർ സ്പേസ് അതിൻ്റെ അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടാനൊന്നും അധികം സമയം എടുത്തില്ല. ചില ഫ്ലൈറ്റ്സ് എനിക്ക് തോന്നുന്നു മിനിങ്ങാത്ത ഫ്ലൈറ്റ്സൊക്കെ റൺവേ തന്നെ 1 മണിക്കൂറും ഒക്കെ കഴിഞ്ഞിട്ടാണ് എടുത്തതെന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ഞാൻ വന്ന ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി മേ ബി വിത്തിൻ ഹാഫ് ആൻ അവർ ടേക്ക് ഓഫ് ചെയ്തു. ഏതായാലും ഇത്തരം അനുഭവം ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ, വിജയേട്ടന് മാത്രമല്ല ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. 5 ദിവസത്തെ യുദ്ധഭീതിക്ക് ശേഷം തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായകൻ ബിജു നാരായണൻ. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.